കണ്ടതാസ്നേ ഇതാണ് ഞാൻ പറഞ്ഞ നെയ്റ്റി കണ്ടാ നിനക്ക് നന്നായി ചേരും ഇത് രണ്ടും നീ എടുത്തോ. ഉമ്മ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കിയാലോ? എനിക്ക് ചപ്പാത്തിയും കുപ്പാത്തിയും ഒന്നും വേണ്ട, എനിക്ക് ഇത്തിരി ചോറ് വെച്ചാ മതി. ഇത് നല്ല നെയ്റ്റി ആണല്ലോ ഉമ്മ, പുതിയതാണ്, ഉമ്മാന്റെയാണ്, നോക്കട്ടെ. പുതിയതാ. നന്നായിട്ടുണ്ട് ഉമ്മ, നല്ല കളർ കിട്ടോളൂ, എനിക്ക് നന്നായി ചേരുല്ലമ്മ. മതി നോക്കിയത് അതും കിട്ടാ. ഇന്നത്തെ അസ്നിയ നീ ഇത് കൊണ്ടുപോയിട്ടേ ഷേപ്പ് ആക്കിയിട്ട് കേട്ടോ. ഇന്ന് മീനൊന്നും കാണാനില്ലാലോ ഉമ്മ, വന്നാലേ കുറച്ച് മത്തി വാങ്ങിക്കായിരുന്നു. എന്തിനപ്പ മത്തി? ആ ചെറിയ കുഞ്ഞു കുഞ്ഞു മത്തികള്, അത് കണ്ടാൽ തന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. അതുമ്മ എന്റെ അനിയത്തി വരിന്റെ സ്കൂൾ കൂട്ടിയൊക്കെ അല്ലേ, അപ്പൊ അവള് കുറച്ചു ദിവസം ഇവിടെ നിക്കാൻ വരിക. അവൾക്കാണെങ്കിൽ കുഞ്ഞമത്തി വറുത്തത് നല്ല ഇഷ്ടാണ്. അപ്പൊ അതാ ഞാൻ കുറച്ച് മത്തി വാങ്ങാൻ വിചാരിച്ച്. അതെങ്ങനെ ശരിയാവുക? ഒരു കുടുംബത്തിലിരിക്കുമ്പോഴേ ഒരാളുടെ ഇഷ്ടം മാത്രമൊന്നും നടക്കില്ല. ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ച പച്ചക്കറി അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുവമ്മ, അപ്പൊ അതെന്താ ചെയ്യേ? അത് കളയേ? അതൊക്കെ കഴിയട്ടെ, ഇനിയും 2 ദിവസത്തേക്കുള്ള പച്ചക്കറി ഉണ്ടാവും, അതും പൈസ കൊടുത്ത് വാങ്ങിക്കണ മുതൽ തന്നെയാണ്, എന്തിനാ വെറുതെ അങ്ങനെ വേസ്റ്റ് ആയി കളയണ്? അല്ലമ്മ അത് ശരിയാ, പച്ചക്കറി വെച്ചാ മതി, അതൊക്കെ കൂട്ടിട്ട് തിങ്ങനവർ ഇങ്ങോട്ട് വന്നാ മതി. അല്ല പിന്നെ വേണിയ തിന്നാ മതി. ഉമ്മ ഞാൻ 2 ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ, അവിടെ താത്തയും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ഉമ്മ. അപ്പൊ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു 2 ദിവസം ഇരിക്കാന്. ഞാനും ഉമ്മാന്റെ അടുത്ത് ചോദിച്ചിട്ട് പറയാ പറഞ്ഞു. ഓ അതിനിപ്പോ അതിന് എന്റെ അടുത്ത് ചോദിക്കുന്നത്? നീ പൊക്കോ, 2 ദിവസമോ 10 ദിവസമോ എത്രയാന്ന് വെച്ച് ഇരുന്നിട്ട് മെല്ലെ വന്നാ മതി. നീ ആ ചെക്കൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോ, എന്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാ ഞാനും പോട്ടമ്മ വീട്ടിക്ക്. അപ്പൊ നിന്റെ അനിയത്തി ഇങ്ങോട്ട് വരുന്നില്ലേ? നീ അങ്ങനല്ലേ പറഞ്ഞത് അവൾ ഇവിടെ ഇരിക്കാൻ വരുന്നത്? അവള് വരുന്നില്ല അത്ര, അവൾക്ക് അവിടെ മദ്രസ ഉണ്ട്. ഓ എന്നാലും നീ ഇപ്പൊ എവിടേക്കും പോണ്ട, നീ കൂടി പോയ പിന്നെ ഉമ്മാന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? ഉമ്മക്കാണെങ്കിൽ വയ്യാത്താണ്, എപ്പോഴും മരുന്നും മന്ത്രമൊക്കെ ആയിട്ട് നടക്കുന്നതാണ്. ഇവിടെ ആരെങ്കിലൊക്കെ വേണം. ഞാൻ ആദ്യം പോയിട്ട് വരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ നീ പൊക്കോ. അത് പോരമ്മ. അല്ല പിന്നെ, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ നീ എന്തിനാ അവിടേക്ക് പോണത്? പട്ടിണി നടന്ന് ചാവാനാ? 5 പൈസക്ക് ഗതിയില്ലാത്ത സാധനങ്ങളാണത്. ഇവിടെ നിന്നാലേ 3 നേരം എന്തെങ്കിലും തിന്ന് വയറെങ്കിലും നിറയ്ക്കാം, അവിടെ പോയാലേ പച്ചവെള്ളം കുടിച്ച് വയർ നിറയ്ക്കേണ്ടി വരും. നീ കേൾക്കണ തസ്നിയെ, ഞാൻ ഒരിക്കൽ ഇവിടെ വീട്ടിൽ പോയി, അയ്യോ എനിക്ക് കുടിക്കാൻ തന്നതേ പച്ച വെള്ളം, ഒരു നാരങ്ങന്റെ വെള്ളം പോലും കലക്കി തരാൻ ഗതിയില്ലാത്ത സാധനങ്ങളാണ്. എന്നിട്ട് ചോറിണ്ടിട്ട് പോണോ എന്നൊക്കെ വലിയ ഇതിൽ പറഞ്ഞു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവരുടെ അടുക്കളയിൽ പോയി നോക്കിയപ്പോഴേ അടുക്കളന്റെ പിന്നാമ്പുറത്ത് ഇരുന്നിട്ടേ ഇവളുടെ വാപ്പ ചോറ് വയ്ക്കുന്നു, പച്ച ചോറ് വെള്ളം ഒഴിച്ചിട്ടേ. വെറുതെ പറയന്നെ ചോറ് തിങ്ങണോന്നൊക്കെ. 5 പൈസക്ക് ഗതിയില്ല പറഞ്ഞാ ഒരു നേരത്തെ അരി വാങ്ങാനുള്ള ഭാഗ്യം കൂടിയില്ല. നിന്നോടേക്കൊക്കെ എന്തിനാണ് പോണത്? അവള് പോണതേ അവളുടെ വീട്ടിൽ നല്ലോണം ഉണ്ട്, അവള് പോയാലേ അവളുടെ വാപ്പും എല്ലാം മേടിച്ച് അവൾക്ക് കൊടുക്കും. നീ ഇവിടെ ഇരുന്നോ, ഇവിടെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്താലേ സുഖമായിട്ട് തിന്നും കുടിച്ച് ഇവിടെ തന്നെ ഇരിക്കുക. എന്തിനാ അവിടെ പോയിട്ട് പട്ടിണി കിടക്കണത്? നീ പോയിട്ട് വാ മാനെ, 10 ദിവസം ഇരുന്നിട്ട് മെല്ലെ വന്നാ മതി. ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ടായിരുന്നല്ലോ ഉമ്മ, ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ടായിരുന്നില്ലേ, അതെവിടെ? ആക്കെ കഴിഞ്ഞു. അത് മൊത്തോ? അതിന് 3-4 ഗ്ലാസ് ചായ വെക്കാനുള്ള പാലുണ്ടായിരുന്നല്ലോ, മൊത്തം കഴിഞ്ഞോ? അത് മൊത്തം ഞങ്ങൾ ചായ വെച്ചു. ഞങ്ങൾക്ക് 2 ആൾക്കേ പാല് വെള്ളം ഒഴിക്കാണ്ട് ചായ വെക്കണം. ഞാൻ നോക്കുമ്പോ അത് ആകെ 2 ഗ്ലാസ് പാലുണ്ടായിരുന്നുള്ളൂ, അത് ഞങ്ങൾ എടുത്തു. നീ വേണമെങ്കിൽ 1 ഗ്ലാസ് കട്ടൻ ഇട്ട് കുടിക്കി, അല്ലെങ്കിൽ നീ എപ്പോഴും കട്ടൻ ചായ ആണല്ലോ കുടിക്കുക, പിന്നെ എന്താ ഇപ്പൊ ഇന്നൊരു പാല്? എപ്പോഴും കട്ടൻ ചായ അല്ലേ കുടിക്കുക, അതുകൊണ്ട് 1 ഗ്ലാസ് പാൽ ചായ കുടിക്കാൻ പൂതിയായപ്പോ ഞാൻ അന്നേരം വാങ്ങിക്കൊണ്ടുവച്ച പാലത്. പൂതി.
ഓ പൂതിക്ക് വേണ്ടിട്ടേ നീ നിന്റെ ശീലങ്ങളൊന്നും മാറ്റണ്ട. നീ എപ്പോഴും കട്ടൻ ചായ തന്നെ കുടിച്ചാൽ മതി. പാല് കുടിച്ചാലേ കഫക്കെട്ട് വരും, കഫക്കെട്ട്. ഞങ്ങൾക്ക് പിന്നെ അതൊന്നും വരില്ല, ഞങ്ങൾക്ക് അതൊക്കെ ശീലമായതാ. അല്ല തസ്നി? ഈ മൂദേവിയാണോ? ഇവരെന്തിനാ പെൺകുടി കെട്ടിയെടുത്തത്? നാത്തൂനെ വാ, ഉള്ളിക്ക് വാ. അപ്പൊ കല്യാണത്തിരക്കൊക്കെ ആയിരിക്കുമല്ലേ? വാ വാ, ഉള്ളിക്ക് ഉള്ളിക്ക് വാ. ഇരിക്കേ. എന്താ പുറത്തൊരു വെയില്? എങ്ങനെയാ നാത്തൂനെ നിങ്ങൾ ഈ വെയിലത്ത് വന്നത്? വെയിലൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്റെ നാത്തൂനെ. ആവശ്യങ്ങൾക്ക് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ? ആരുമാടോ വന്നാക്കണ്? അമ്മായോ? കല്യാണച്ചക്കനൊക്കെ എന്ത് പറയണോ? ഭാവി മരുമകളൊക്കെ വിളിക്കാറില്ലേ? ഓ അവളൊക്കെ വിളിക്കലുണ്ട്, അവളൊക്കെ ദിവസവും വിളിക്കും. പിന്നെ ഷംസു അവന്റെ എന്തോ ജോലിന്റെ എന്തോ കാര്യത്തിന് വേണ്ടിട്ടേ പാലക്കാട് വരെ പോയേക്ക. അല്ല നാത്തൂനെ, റംസി അവിടെ? അവളിവിടെ ഇല്ലേ? അവിടെ എവിടെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് ഇപ്പൊ അവളെവിടേക്കാ പോണത്? അമ്മായാണല്ലേ? അപ്പുറത്തേക്ക് സംസാരം കേട്ടപ്പോ എനിക്ക് മനസ്സിലായി. കല്യാണ തിരക്കിലായിരിക്കുംല്ലേ? മാമ വന്നില്ലേ? ഇല്ല റംസി, മാമാക്ക് അവിടെ കുറച്ച് വീട്ടിലും കൂടി കല്യാണം പറയാനുണ്ട്, അപ്പൊ അതിന് പോയേക്ക. അല്ല അമ്മായി, ഷംസു ഇപ്പൊ ലീവിന് വന്നല്ലേ? ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് പോകണ്ടതൊക്കെ. ഡി ഡി മതി മതി, പോയി അമ്മായിക്ക് ഒരു ചായ എടുത്തിട്ട് വാടി. അയ്യോ ഞാനത് മറന്നു, ഇപ്പൊ കൊണ്ടുവരാ. ഉണ്ട് ഓരോരോ തോളയാരങ്ങള്. പിന്നെ പറ നാത്തൂനെ, എന്താ അവിടുത്തെ വിശേഷങ്ങള്? നാത്തൂന്റെ സ്വഭാവത്തിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല അല്ലെ? ഇവിടെ അങ്ങനെ ഒരെണ്ണം പന പോലെ നിൽക്കണ്ടല്ലോ. അപ്പൊ ഇവൾക്ക് ചായ ഇട്ടൂടെ? ഇവളല്ലേ മൂത്തവള്? നിങ്ങൾ എല്ലാ പണി അവളെയും കൂടെ തന്നെ ചെയ്യിപ്പിച്ചോളിട്ടാ. ഓ അതും കൊണ്ടൊന്നും ഇല്ല നാത്തൂനെ, ഇവളെന്റെ മൂത്ത മരുമകളാവേണ്ട കാര്യമൊന്നും ഇല്ല. അവൾക്ക് ഒരു പണി നേരാമണം ചെയ്യാൻ അറിയില്ല. പെണ്ണിന് പിന്നെ അതൊന്നും അങ്ങനെ ശീലമില്ലല്ലോ, അതുകൊണ്ടേ. പണി ചെയ്യാൻ അറിയാണ്ട് അതാ ചെയ്യിപ്പിക്കണ്ടോ? അമ്മായി ദാ. റംസ എവിടേക്കാ പോണ? ഇവിടെ നിക്ക്. പിന്നെ ഞാൻ വന്നതേ ഇപ്പൊ ചക്കന്റെ കല്യാണമൊക്കെ ആവാറായല്ലോ. അപ്പൊ ഞാൻ ഇവർക്ക് രണ്ടാൾക്കേ ഓരോ ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, അപ്പൊ അത് തരാൻ വേണ്ടി വന്നതാണ്. എവിടെ നോക്കട്ടെ. നാത്തൂനുള്ളതൊന്നും അതിലില്ലാട്ടോളി, പെൺകുട്ടികൾക്ക് മാത്രമേ ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പൊ നമുക്കൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് പോയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിളിക്കാം, അങ്ങോട്ട് വന്നാ മതി തോളി. ഓ നന്നായിട്ടുണ്ട്. എവിടെ അമ്മ നോക്കട്ടെ. ഈ കളർ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ എടുക്കട്ടെ അമ്മ? ഓ അത് നീ എടുത്തോ, അതിനിപ്പോ എന്തിനാ അമ്മായിമ്മേരട്ടൊക്കെ ചോദിക്കണ്? അത് നീ എടുത്തോ, ആ കളറാണെങ്കിൽ നമുക്ക് നന്നായി ചേരുകയും ചെയ്യും. അത് പറ്റില്ല, എനിക്ക് വേണം ആ ഡ്രസ്സ്. എന്റെ അടുത്ത് അങ്ങനത്തെ കളർ ഡ്രസ്സ് ഇല്ല. അങ്ങനത്തെ കളറാണെങ്കിൽ എന്റെ അടുത്ത് ഉണ്ട്, എനിക്ക് വേണത്. അതും കൊടുത്താ. അത് ശരിയാ, നിനക്ക് ഇങ്ങനത്തെ കളർ ഡ്രസ്സ് ഇല്ല അല്ലേ? അപ്പൊ നീ അതെടുത്തോ, അല്ലെങ്കിൽ അവളെക്കാളും ചേർച്ച നിനക്ക് തന്നെ. നീ അതെടുത്തോ. നീ ഇതെടുത്തോ, കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, ഡിസൈനൊക്കെ ഒന്ന് തന്നെ. എന്നാ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത്? നിങ്ങളുടെ മൂത്ത മരുമകളുടെ അഭിപ്രായങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് മാത്രം അവിടെ വിലയുള്ളൂ. നിങ്ങളുടെ രണ്ടാമത്തെ മാന്റെ ഭാര്യ എന്താ? നിങ്ങളുടെ മരുമകളല്ലേ? അവസാനം നിങ്ങളുടെ കൂടെ അവളുണ്ടാവുള്ളൂ കേട്ടോ, അത് നിങ്ങൾ മറക്കണ്ട. വേണ്ട അമ്മായി, എനിക്കിത് മതി. ഞാൻ ആ കളർ കണ്ടപ്പോ എടുത്തോന്നുള്ളൂ. ഒരേ ഡിസൈൻ തന്നെയല്ലേ, കളർ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ. എനിക്കിത് മതി. അമ്മായി ഇരിക്കട്ടാ, ചോറിണ്ടിട്ട് പോയാൽ മതി. എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ.
ഇരിക്കട്ടാ. നിങ്ങൾ എന്നാലും വല്ലാത്ത സാധനാട്ട നാത്തോനെ. വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിലും നിങ്ങളുടെ മുഖത്ത് തുപ്പിയിട്ടുണ്ടാവും. പാവട്ടത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിങ്ങനെ കേട്ട് നിന്നോളും. ഇതൊക്കെ കുറച്ച് കൂടുതലാട്ടോളി. ഇവൾക്ക് മാത്രം എന്താ എത്ര പ്രത്യേകത? ഇവളെന്താ ആകാശത്തുനിന്ന് പൊട്ടിമുളച്ച് വീണതാ? നാത്തൂനെ നിങ്ങൾ വെറുതെ എന്തിനാ അവളെ കുറ്റം പറയണത്? അവൾക്ക് അങ്ങനത്തെ കളർ ഡ്രസ് ഇല്ല, അപ്പൊ അവൾ അത് എടുത്തു. അതിനിപ്പോ എന്താ തെറ്റ്? എന്റെ നാത്തൂനെ, നിങ്ങളുടെ വേലത്തരങ്ങളൊന്നേ ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയാലോ. വെറുതെ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. ഈ തസ്നി, ആ ഡ്രസ്സ് ആദ്യേ റംസിക്കല്ല ഇഷ്ടപ്പെട്ട്, അപ്പൊ അത് അവൾക്ക് തന്നെ അങ്ങോട്ട് കൊടുക്ക്. ഇല്ല, ഞാൻ കൊടുക്കില്ല, എനിക്കിത് വേണം. അത് ഞാൻ കൊടുന്ന ഡ്രസ്സാ, അങ്ങെടുത്താ. നിന്നോട് എന്റെ അടുത്ത് തരാൻ പറഞ്ഞത്. റംസിയെ, ആ എന്നാ ഇത് നീ എന്നെ എടുത്തോ. അല്ലമ്മ, ഇത് താത്താക്ക്. നീ ഒന്നും പറയണ്ട, ഇത് പിടിക്ക്. റംസിയെ, അമ്മായി ഒരു കാര്യം പറയാ, അത് നീ മനസ്സിൽ ഓർത്ത് വെച്ചോ. ആത്മാർത്ഥതയൊക്കെ ആവാ, പക്ഷെ അത് അർഹിക്കുന്നവരോട് മാത്രം. അമ്മായി പോവാ.